നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ 28 ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് 3 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് 1-ാം തീയതി ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. ഈയൊരു മാറ്റമാണുള്ളത്. ഇനി മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ഈ ഒരാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം മാതൃകുടുംബത്തിലേക്കുള്ള യാത്ര കഴിഞ്ഞയാഴ്ചയിൽ ഏകദേശം ഇതുപോലെ ഉണ്ടായിരുന്നു അവർക്ക്. ഈ ആഴ്ചയും അങ്ങനെ അതിൻ്റെ ചില തുടർച്ചകൾ സംഭവിക്കാം. ചിലപ്പോൾ തറവാട്ട് ഭാഗം വയ്ക്കലോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട്, അവർ ജനിച്ച വീടുമായി ബന്ധപ്പെട്ട് ചില സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മാതാവിന് ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ചെറിയ കുറവുണ്ടാകാം, അതിലാശ്വാസം വരാം. മാതാവുമൊത്ത് അല്ലെങ്കിൽ ജനിച്ച കുടുംബത്തിലെ അംഗങ്ങളുമൊത്ത്, അമ്മാവന്മാരോ അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരോ ഒക്കെ ഒത്ത് ഒരുമിച്ചുള്ള ഒരു സഹവാസം, അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, ഇതെല്ലാം പ്രത്യേകിച്ചും കാണേണ്ടതാണ്. ചിലപ്പോൾ അവിടെ ചില മംഗളകർമ്മങ്ങൾ നടക്കാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മോശം അവസ്ഥയിൽ നിന്ന് അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയും അതിൽ എല്ലാവരും സന്തോഷപൂർവ്വം പങ്കെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ കാണുന്നുണ്ട്. പുതിയ വാഹനം വന്നു ചേരാനുള്ള സാധ്യത, അല്ലെങ്കിൽ പഴയ വാഹനം അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അത് നല്ല രീതിയിൽ തിരിച്ച് ലഭിക്കാനുള്ള അവസരം, സ്വന്തം ആശ്രിതർക്ക്, അതായത് ഏറ്റവും വേണ്ടപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ ബന്ധുക്കൾക്ക് ധനപരമായിട്ട് നേട്ടമുണ്ടാവുക, അതിൽ ഇവർക്ക് ആനന്ദമുണ്ടാകുക, സാമ്പത്തികമായി അവരെ സഹായിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുക, ഇവർക്ക് വിദേശത്ത് നിന്ന് വരുമാനം വരിക, അല്ലെങ്കിൽ ഇവരുടെ വിദേശത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, രക്തബന്ധത്തിൽ ഉള്ളവർക്കൊക്കെ നല്ല ജോലി കിട്ടുക, അവർക്ക് അവിടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തികമായിട്ട് ഈ ആഴ്ചയും വലിയ ദോഷമൊന്നും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നില്ല. ചിലർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ ഒരു ആഴ്ച തന്നെയാണിതെന്ന് പറയാം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ പഴയ ഒരു ആലസ്യം മാറുക, അല്ലെങ്കിൽ ജോലിയിലുണ്ടായിരുന്ന ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക മാറി പുതിയ ഒരു ജോലി കിട്ടുക, അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനത്തിൽ വിജയം, അടുത്ത ബന്ധുക്കളുമായി ചേർന്നു അല്ലെങ്കിൽ സഹോദരന്മാരുമായി ചേർന്നു പുതിയ ചില സംരംഭങ്ങൾക്ക് സാധ്യത, തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസത്തിൻ്റേതായ ചില സാമ്പത്തിക ഗുണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സഹകരണ അടിസ്ഥാനത്തിലുള്ള ഗുണമോ ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പൊതുവെ ഗുണകരമെന്ന് തന്നെ പറയാം. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവരുടെ നാക്ക് അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലരോടും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഒരു തള്ളിച്ച വന്നിട്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, അത് വാക്കിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരികയും കലഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാവിയിൽ വളരെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ചില ബന്ധങ്ങളിലുണ്ടാകുന്ന വിച്ഛേദമോ ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി, അതുപോലെ അയൽക്കാരുമൊക്കെ ആയിട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ മുഖം, പല്ല്, കണ്ണ്, മൂക്ക്, ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ ത്വക്ക് സംബന്ധമായ അസ്വസ്ഥതകളോ ഈ ഭാഗങ്ങളിൽ, ശാരീരിക ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം ഈ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. അതിനുശേഷം അത് ഗുണകരമായിട്ട് വരുന്നു. പ്രത്യേകിച്ചും ബുധനാഴ്ചയ്ക്ക് ശേഷം അത്തരം കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. ഈ ആഴ്ച പൊതുവെ ഇവർക്ക് ഗുണകരമായ ദിവസങ്ങൾ നോക്കാം. 28, 29 വൈകുന്നേരം വരെ ഗുണമാണ്. തിരിച്ച് 31 രാത്രിക്ക് ശേഷം 1, 2 ദിവസങ്ങൾ, അതായത് ഓഗസ്റ്റ് 1, 2 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് തുടക്കത്തിൽ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അധിക ചിലവുകൾ ഉണ്ടാകുമെങ്കിലും, ചില പാഴ്യാത്രകളൊക്കെ നടത്തേണ്ടി വരുമെങ്കിലും ആഴ്ചയുടെ 2ാമത്തെ ദിവസം തൊട്ട്, അതായത് ചൊവ്വാഴ്ച ദിവസം തൊട്ട് ഇവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവർക്ക് പുതിയ ജോലി ലഭിക്കുക, ഈ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി ലഭിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും അതിൻ്റേതായ ചില പിരിമുറുക്കങ്ങളുമൊക്കെ ഉണ്ടാവുക, സമ്മർദ്ദമുണ്ടാവുകയൊക്കെ സംഭവിക്കാം. യാത്ര കൂടുതലായി ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടുകളിൽ മംഗളകർമ്മം നടക്കുകയോ അതിൽ പങ്കെടുക്കുകയോ ചെയ്തേക്കാം. ഇവർക്ക് തന്നെ ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള
അതിന് സാമ്പത്തികമായ വലിയ വലിപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും ആഘോഷിക്കാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ഇവരുടെ തന്നെയോ നല്ല ദിവസങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം കാണുന്നു. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ചില പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ലാഭമുണ്ടാകുന്നു. ചിലപ്പോൾ ഇവിടെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ ജോലി ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ കൺസൾട്ടേഷൻ പോലുള്ള കാര്യങ്ങളിൽ ഇവർക്കിപ്പോൾ ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിദേശവുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെയോ സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലി കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാവുകയൊക്കെ സംഭവിക്കും. ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഇപ്പോഴും തടസ്സത്തിൻ്റെയോ ആശങ്കയുടേതോ ആയ ഒരു തുടക്കമുണ്ടാകുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അത് കഴിഞ്ഞായിരിക്കും അതിൽ നിന്ന് ഗുണമുണ്ടാവുക, അല്ലെങ്കിൽ അതിൽ വിജയം നേടാൻ സാധിക്കുക. ആദ്യത്തെ ആശങ്കയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ കൊണ്ട് മനസ്സ് മടുക്കാതിരിക്കുക എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. കാരണം പിന്നീടാണ് 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ കണ്ടകശനി നിൽക്കുന്നതിനാൽ അത് ഇങ്ങനത്തെ ചില തടസ്സങ്ങൾ തരും. എന്നാലും പൊതുവേ കർമ്മരംഗം ഇവർക്ക് ഗുണം തന്നെയാണ് കാണുന്നത്. പക്ഷേ അതൊരു ഈസി ഗോയിങ് ആയിട്ട് വിചാരിക്കരുത്. കർമ്മം അവർക്ക് സ്വാഭാവികമായും നല്ല ടെൻഷൻ തരും. അതായത് ജോലി അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ടെൻഷനെ അതിജീവിച്ചുകൊണ്ട്, ആ പിരിമുറുക്കത്തെ അതിജീവിച്ചുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ മുന്നേറാൻ ആണ് ഇവരോട് പറയാനുള്ളത്. മറ്റൊന്ന്, സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. ആഴ്ചയുടെ തുടക്കത്തിൽ ചില അധിക ചിലവുകൾ വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രയോഗിച്ച കാര്യങ്ങൾ ശരിയായി ഏൽക്കണമില്ല എന്നുള്ള അവസ്ഥ വരാം. അതുപോലെ അനാമത്ത് ചിലവുകൾ ഉണ്ടായേക്കാം, ചില യാത്രകൾ മുടങ്ങിയേക്കാം. എന്നാൽ അത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മാത്രമാണ് സംഭവിക്കുക. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു. അവർക്ക് ഊർജ്ജസ്വലതയോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭവും ആഴ്ചയുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർക്കുണ്ടാകുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ശാരീരികമായ പ്രശ്നങ്ങളെന്ന് പറയുന്നത് കഫക്കെട്ട്, അതുപോലെ നീർക്കെട്ട്, സൈനസൈറ്റിസ് അസുഖമുള്ളവർക്ക്, ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അത്തരം പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29-ാം തീയതി വൈകുന്നേരം മുതൽ 30-31 രാത്രി വരെയും തിരിച്ച് 3-ാം തീയതിയും ഇവർക്ക് നല്ലതാണ്. ഓഗസ്റ്റ് 3-ാം തീയതി. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഇവർക്ക് ജോലി സംബന്ധമായ കാര്യത്തിൽ ഊർജ്ജസ്വലമായ ഒരു അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പങ്കെടുക്കുക, പ്രത്യേകിച്ചും ചിലവിൻ്റെ കാര്യത്തിൽ, ഒടുവിൽ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ തന്നെ ഒരു പ്ലാനിങ്ങുമില്ലാതെ പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പണം കിട്ടും, കിട്ടില്ല എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ കിട്ടുന്ന പണം കിട്ടാത്തതിന് തുല്യമായി മാറുന്ന ഒരവസ്ഥ ഇവരുടെ മണി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പണത്തെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് വേണം പറയാൻ. ലക്ഷ്മി ദേവി ആണ്, അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ ബൃഹസ്പതിയാണ് ധനത്തിൻ്റെ അധിപൻ, വ്യാഴമാണ്. അത് 12-ലാണ് നിൽക്കുന്നതെന്ന കാര്യം മറക്കാതിരിക്കുക. ഒപ്പം ചൊവ്വയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സാഹസബുദ്ധിയോടുകൂടി അധികം ചിന്തിക്കാതെയൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പണം അനാമത്ത് ചിലവുകൾക്കായി കൂടുതൽ പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങും വളരെ ശക്തമായി വേണം പല കാര്യങ്ങളിലും. ജോലിയുടെ ലഭ്യതയും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവും ഇപ്പോൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതിനെ ഇല്ലാതെയാക്കുന്ന തരത്തിൽ ആസൂത്രണമില്ലായ്മ, അതുപോലെ തന്നെ സാഹസബുദ്ധി, ഇത് വളരെ ശ്രദ്ധിച്ചു വേണം അവർ ചെയ്യാൻ. പൊതുവെ ഇവർക്ക് സാമ്പത്തികമായ 1-ാം തീയതിക്ക് ശേഷം ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് തന്നെ അല്പം സാമ്പത്തിക പരിങ്ങൾ ഉണ്ടാകാം, ഓഗസ്റ്റ് 1-ന് ശേഷം പ്രത്യേകിച്ചും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവർ ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ഈ നക്ഷത്രക്കാരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക്, അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ചില പ്രശ്നങ്ങൾ, വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതിൽ ഈ നക്ഷത്രക്കാർക്കും ചെറിയ മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കർമ്മരംഗത്ത് ഇവർ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ചില പ്രത്യേക യാത്രകൾ വളരെ പെട്ടെന്ന് ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബുധനാഴ്ചയ്ക്ക് ശേഷം യാത്ര ഒക്കെ കാണുന്നുണ്ട്. എന്നാലും പൊതുവേ സാമ്പത്തികമായ കാര്യത്തിലും പ്രവർത്തനങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് സംതൃപ്തികരമായ ആഴ്ച തന്നെയാണ്. പണം ചെലവിടുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദരഭാഗങ്ങളിലും അതുപോലെ മോൺസ് വെനറിസ് ഭാഗങ്ങളിലും നട്ടലിൻ്റെയും
അതുപോലെ പിൻഭാഗങ്ങളിലുമൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കൃത്യമായി കുടിക്കുക, അതുപോലെ ഉദര സംബന്ധമായ അസുഖം, പ്രത്യേകിച്ചും കീഴ്വയറിന് ഒക്കെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഭാഗത്തുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അണുബാധ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഡോക്ടറുടെ ഉപദേശം തേടുക. അതല്ല എങ്കിൽ വെള്ളം ധാരാളമായി കുടിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഇത്രയും ഇവർക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29 വൈകുന്നേരം വരെ, തിരിച്ച് 31-ാം തീയതി രാത്രിക്ക് ശേഷം ഓഗസ്റ്റ് 1ഉം 2ഉം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ചൊവ്വയുടെയും ഗുണം ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് വരണം. കാരണം ഇപ്പോൾ 2-ാം ഭാവത്തിലേക്ക് ഇവർക്ക് 11-ാം ഭാവാധിപനായ ശുക്രൻ പോവുകയാണ്, പ്രത്യേകിച്ചും ഓഗസ്റ്റ് 1 മുതൽ. അപ്പോൾ ഏകദേശം ആഴ്ചയുടെ പകുതിക്ക് ശേഷം സാമ്പത്തികമായ നേട്ടം തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കണം. തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ മികവ് കൊണ്ടും അതുപോലെ കഴിവുള്ള, അതായത് എന്തെങ്കിലും സ്കില്ല് വഴി ജീവിക്കുന്നവർക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ കഴിവുള്ളവർക്കോ ഒക്കെ തന്നെയും സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. ആഴ്ചയുടെ പകുതിക്ക് ശേഷം ചില യാത്രകൾ ഇവർക്കിപ്പോൾ വളരെ അനുഗ്രഹങ്ങളായിട്ട് വരും. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. പ്രണയാർത്ഥികൾക്കും വളരെ നല്ല സമയം എന്ന് വേണം തന്നെ പറയാൻ. അതുപോലെ ചില കൂട്ടുകെട്ടുകളിലൂടെ പുതിയ ചില സംരംഭങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അത് സാമ്പത്തികമായിട്ട് ഗുണത്തെ ചെയ്യുന്നു. എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ കാര്യം മറക്കാതിരിക്കുക. കാരണം അത് ഭാഗ്യത്തിന് തടസ്സമുണ്ടാക്കും. മാത്രമല്ല 9-ാം ഭാവത്തിലെ രാഹുവും സാമ്പത്തികമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ബുദ്ധിയുടെ പ്രത്യേകമായ സവിശേഷമായ കാര്യങ്ങളിലും എല്ലാം തന്നെ രാഹു ഗുണം ചെയ്യുമെങ്കിലും പിതാവിൻ്റെ ദോഷം അല്ലെങ്കിൽ ഭാഗ്യത്തിന് ഇടയ്ക്ക് തടസ്സം, ഇതെല്ലാം തന്നെ 9-ൽ നിൽക്കുന്ന രാഹുവും സമ്മാനിക്കും. അപ്പോൾ സ്വാഭാവികമായി പ്രവർത്തനങ്ങൾക്ക് തടസ്സം, ഭാഗ്യത്തിന് കേട്, ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ഈ നക്ഷത്രക്കാർ. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷം ഇവർക്ക് വരില്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഓരോ കാര്യം ചെയ്യുമ്പോഴും വളരെ വിനയത്തോടു കൂടി, ഈശ്വരാധീനത്തോടു കൂടി ചെയ്യുക. അഹങ്കാരത്തോടുകൂടി എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ഞാൻ അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് മുന്നേറും എന്ന ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ അത് അഹങ്കാരത്തിനോളം വളരരുത്. അങ്ങനെ വളരുമ്പോഴാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പ്രധാനമായും പ്രശ്നമുണ്ടാവുക. പ്രത്യേകിച്ചും ശനി ഒരിക്കലും അഹങ്കാരം ക്ഷമിക്കാത്തതിനാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ തടസ്സത്തെയും അതുപോലെ അത് നമുക്കുണ്ടാക്കുന്ന, ഈ നക്ഷത്രക്കാർക്കുണ്ടാക്കുന്ന വിനയെയും ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പകുതി ശനിയുടെ ദോഷം ബാധിക്കും, എന്നാൽ പകുതി വ്യാഴത്തിൻ്റെയും അതുപോലെ ചൊവ്വയുടെയും അനുഗ്രഹമുണ്ടാവും. 1-ാം തീയതിക്ക് ശേഷം ശുക്രൻ്റെയും അനുഗ്രഹമുണ്ടാവും. അപ്പോൾ സാമ്പത്തികമായ നേട്ടം, സമൂഹമധ്യത്തിൽ തങ്ങളുടെ പേര് കുറച്ചുകൂടി ഉയരുക, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതെല്ലാം കാണുന്നു. ഒപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ തടസ്സവും അതുപോലെ തന്നെ പിതാവിനോ അല്ലെങ്കിൽ പിതൃതുല്യരായ ആൾക്കാർക്കോ ശാരീരികമായ അവശതയും കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവർ വേറെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, കണ്ണ് അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പ്, ഇത് സംബന്ധമായി നേരത്തെ തന്നെ അസുഖങ്ങൾ ഉള്ളവർക്ക്, കുറവുള്ളവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്തവർക്ക് കണ്ണിനോ അല്ലെങ്കിൽ ഹൃദയത്തിനോ അതുമായി ബന്ധപ്പെട്ട് ഞരമ്പുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29, 30, 31-ാം തീയതി രാത്രി വരെയും പിന്നെ 3-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ശുക്രൻ ആത്മസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു ആ രാശിയിലേക്ക് ശുക്രൻ വരുന്നു. സ്വാഭാവികമായും ചന്ദ്രനും ശുക്രനും ഒരുമിക്കുമ്പോൾ സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാര്യത്തിൽ ചില പുതിയ മാനങ്ങൾ പൂരം നക്ഷത്രത്തിനും മകം നക്ഷത്രത്തിനും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്കും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ചില കൂട്ടുകെട്ടുകൾ വന്നേക്കാം. അതുപോലെ തന്നെ നിലവിലുള്ള ബന്ധങ്ങൾക്ക് കുറച്ചുകൂടി തിളക്കവും പവിത്രതയും വരാം. ആ ബന്ധത്തിൽ കുറച്ചുകൂടി പരസ്പരമുള്ള ആ വിശ്വാസവും ചേർച്ചയും വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില യാത്രകൾ ഇപ്പോൾ അനുകൂലമായി വന്നേക്കാം. അവിടുത്തെ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിക്കാര്യത്തിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിലോ ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ബന്ധത്തിനോട് വീണ്ടും ഒരു താല്പര്യം വരാനോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നുള്ള വ്യക്തികളോട് അടുക്കാനോ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
ഏത് വിധത്തിലായാലും ബന്ധത്തിൻ്റെ ഒരു പൂവണിയൽ ഇപ്പോൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10-20 ദിവസത്തേക്ക് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. അതിനെ അർത്ഥം ആ 20 ദിവസങ്ങൾക്ക് ശേഷം അത് വിട്ടുപോകുമെന്നല്ല. ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമായിരിക്കുകയോ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ മനസ്സിനെ വിഷമം തന്നുകൊണ്ട് നിൽക്കുകയോ ചെയ്യുന്ന ഒരു ബന്ധം ചിലപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പിന്നീട് ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യാം. എന്നാൽ കാര്യങ്ങൾക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് അതിനെ ആദ്യം മാറ്റുക എന്നുള്ളിടത്താണ്. അതിന് രാഹുപ്രീതിയാണ് നൽകേണ്ടത്. ഞാൻ പലപ്പോഴും രാഹുപ്രീതി നാഗർക്ക് 100 പാലും കൊടുക്കണമെന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിലാണ്. അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വിഷമായി മാറും, നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ശത്രുവായി മാറും, നമ്മുടെ ബുദ്ധി തന്നെ നമുക്ക് തടസ്സമിടും. അതുകൊണ്ട് രാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്, മനസ്സിൻ്റെ ആശങ്കകളെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതില്ല എന്നും തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥ രാഹുവിനുണ്ട്. അത് ഇവരുടെ 2ാം ഭാവത്തെയും അതുപോലെ 8ാം ഭാവത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കൊണ്ട് പ്രവർത്തനങ്ങളിൽ ജോലിയിൽ വ്യാപൃതരാകാൻ, മനസ്സർപ്പിച്ച് വ്യാപൃതരാകാൻ സാധിക്കില്ല. അത് സാമ്പത്തികമായി തടസ്സമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ജോലി 10ാം ഭാവത്ത് കർമ്മഭാവത്തിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്നുണ്ട്. ചൊവ്വയ്ക്ക് 9ാം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് ചൊവ്വ വളരെ ആക്റ്റീവ് ആണെങ്കിലും വ്യാഴം 10ൽ കണ്ടകവ്യാഴൻ എന്ന് പറയും. സാമ്പത്തികമായി വളരെ ദോഷമുണ്ടാക്കില്ല, ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലെങ്കിലും മനസ്സിൻ്റെ ആശങ്കകൾ വിട്ടുമാറാത്തതുകൊണ്ട് ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് എവിടെയോ ഒരു ശത്രു ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ചിന്ത ഇവരിൽ ഭയമുണ്ടാക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ രാഹുപ്രീതി നടത്തുക, ആശങ്കകളെ മാറ്റിക്കൊണ്ട് തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കുക. ബന്ധങ്ങളിൽ കുറച്ചുകൂടി ആത്മവിശ്വാസവും അതുപോലെ തന്നെ മുന്നനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ കൊണ്ട് കുറച്ചുകൂടി അഗാധമായ രീതിയിൽ, സുതാര്യമായ രീതിയിൽ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കാനും ഇവർ ഇപ്പോൾ ശ്രമിക്കും. അതുകൊണ്ട് നല്ലത് തന്നെയാണ്. ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 30, 31, 1, 2 തീയതികൾ വളരെ ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും അതുപോലെ 11ാം ഭാവത്തിൽ നിന്ന് 12ലേക്കാണ് ശുക്രൻ്റെ വരവ്. 12ലേക്ക് ശുക്രൻ വരുന്നു. 11ാം ഭാവം എന്ന് പറയുമ്പോൾ ആഴ്ചയുടെ പകുതിക്ക് ശേഷം മാത്രമേ ശുക്രൻ വരുന്നുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. മാത്രമല്ല 11ാം ഭാവത്തിൽ സൂര്യനും നിൽക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ടോ അധികാരികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ മേലധികാരികൾ വഴിയോ ഒക്കെ ഇവർക്കിപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രശംസയോ നല്ല അഭിപ്രായങ്ങളോ കേൾക്കാൻ സാധിക്കും. സാമ്പത്തികമായ വർധനവും ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ കിട്ടാനുള്ള പണം കൃത്യമായി കിട്ടുന്നൊരവസരവും കാണുന്നു. മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് സാമ്പത്തികമായി വരുന്ന ആ ഒരു തീയതികൾക്ക് വലിയ താമസമൊന്നും ഉണ്ടാകില്ല. കൃത്യസമയത്ത് പണം ഇവരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മനസ്സിന് വളരെ സന്തോഷം ഇവർക്ക് നൽകുകയും ചെയ്യും. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഉദരസംബന്ധമായ രോഗം ഇവർക്കിപ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തിലും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ചില സംശയങ്ങളുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളുടെയോ ഒക്കെ പ്രശ്നം കാരണം മാറി നിൽക്കേണ്ടി വന്നേക്കുന്നതായും കാണുന്നു. ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അവിടെ നിന്ന് ഇവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വരുമെങ്കിലും അനുകൂലമായ പല കാര്യങ്ങളും തീരുമാനത്തിൽ വന്നാൽ പോലും ഇപ്പോൾ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് പോകാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ അതിനെ 1-2 ആഴ്ച മാറ്റിവെക്കേണ്ടതായി വരികയോ ചെയ്തേക്കാം. ബന്ധുമിത്രാദികളോടൊത്ത് ഈ യാത്ര പോകുന്നത് ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കും. എന്നാലും ചില പുതിയ ബന്ധങ്ങളിലൂടെ ഇവർക്ക് മനസ്സിന് തൃപ്തി വരുന്നൊരു അവസരം കൂടി കാണുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ആ ബന്ധങ്ങൾ ഭാവിയിൽ പ്രശ്നം ചെയ്തേക്കാവുന്ന ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട്. നിലവിൽ അതിന് ഒരു അധമ സ്വഭാവം കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പുതിയ ചില പുരുഷനാണെങ്കിൽ സ്ത്രീ, സ്ത്രീക്കാണെങ്കിൽ പുരുഷൻ, പുതിയ ചില കൂട്ടുകെട്ടുകൾ വരുമ്പോൾ അത് അങ്ങേയറ്റം പരിശോധനയ്ക്ക് വിധേയമാക്കി വേണം അത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടാൻ. ഇല്ലെങ്കിൽ സ്വാഭാവികമായും അത് ഭാവിയിൽ ദോഷമുണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. തൽക്കാലം വ്യാഴം 9-ൽ സഞ്ചരിക്കുന്നതിനാൽ ഈശ്വരൻ ഇവരെ പൊതിഞ്ഞ് സംരക്ഷിക്കും. പക്ഷേ കാലം കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഇപ്പോഴുണ്ടാക്കുന്ന ചില അധമ ബന്ധങ്ങളിൽ നിന്ന് ഇവർക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടത് വളരെ സൂക്ഷിക്കണം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഇവർക്ക് ആഴ്ചയുടെ അവസാനത്തോടു കൂടി അനുകൂലമാവാൻ സാധ്യത അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ഗുണകരമായിട്ട് വരും. വീടിൻ്റെ ചില ചിലവുകൾ ഇപ്പോൾ വരുന്നതായിരിക്കാം. അറ്റകുറ്റപ്പണികളോ വീടുമായി ബന്ധപ്പെട്ട വീടിനെ മൂടി പിടിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കൂടുതലായി പണം ചിലവഴിക്കേണ്ടിയും വന്നേക്കാം. പക്ഷേ പണം അതിനനുസരിച്ച് ഇവരിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.
പിതാവിന് ശാരീരികമായ അവശതയേക്കാൾ കൂടുതൽ കാണുന്നത് അപകട സാധ്യതകളാണ്. അതുകൊണ്ട് പിതാവുമൊത്തുള്ള സാഹസിക യാത്രകൾ, ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ പിതാവ് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരായ വ്യക്തികൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുകയോ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങേയറ്റം കരുതലെടുക്കേണ്ടിയിരിക്കുന്നു. തീയുമായും അതുപോലെ ഇലക്ട്രിസിറ്റിയുമായും ബന്ധപ്പെടുമ്പോഴും അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ അതായത് കന്നിക്കൂറിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ അത് 31-ാം തീയതി രാത്രിക്ക് ശേഷം 1, 2, 3 തീയതികൾ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമ രാശിയിൽ ചൊവ്വയും വ്യാഴവും സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് 11-ാം ഭാവത്തിൽ 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ശുക്രൻ 11-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് വരുമാന സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമുണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ ചില ബിസിനസ് ബന്ധങ്ങൾ മുരടിച്ചു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. വീണ്ടും ആക്റ്റീവായിട്ടത് തുടങ്ങാൻ സാധിക്കുന്നു. ചില പുതിയ കൂട്ടുകെട്ടുകൾ മനസ്സിന് സന്തോഷം നൽകുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലോ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും സ്ത്രീ സുഹൃത്തുക്കൾ വഴി പുരുഷന്മാർക്കും അതുപോലെ പുരുഷ സുഹൃത്തുക്കൾ വഴി സ്ത്രീകൾക്കും ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ്, പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് ശേഷം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഇവരുടെ കർമ്മരംഗം ചെറിയ ചില പ്രശ്നങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ അധികാരവർഗങ്ങളിൽ നിന്നോ ഒക്കെ ഇവർക്കിപ്പോൾ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബം ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആകാം ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടത്തെ കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയവും ഞരമ്പുകളുമായി ബന്ധപ്പെട്ടും ചില അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ പിതാവിനും, ഈ നക്ഷത്രക്കാരുടെ പിതാവിനോ പിതൃതുല്യരായ വ്യക്തികൾക്കോ, അതായത് പിതാവിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ മനസ്സിൽ വളരെ ബഹുമാനം കൊടുക്കുന്ന കാരണവസ്ഥാനത്തുള്ളവർ, ഗുരുക്കന്മാർ, ഇവർക്കെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ അവരെ ചൊല്ലി ഈ നക്ഷത്രക്കാർക്ക് മാനസിക വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ചില ചികിത്സാ പദ്ധതികളിൽ ഇവർക്ക് പണം മുടക്കേണ്ടി വന്നേക്കാം. വളരെ ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ ഇവരിപ്പോൾ പണം മുടക്കുന്നു. ഭാവിയിൽ അത് ഗുണം ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ചില പ്രധാന വിഷയം, കിട്ടാനുണ്ടായിരുന്ന പണമോ അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ കുറച്ചുകൂടി വൈകാനുള്ള ഒരു സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ആഴ്ചയുടെ പകുതിക്ക് ശേഷം ആയിരിക്കാം അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ തീരുമാനമുണ്ടാവുക. പിന്നീട് അങ്ങോട്ട് അത് വളരെ ഗുണകരമായിട്ട് അവർക്ക് മാറുകയും ചെയ്യും. പൊതുവെ അടുത്ത വർഷമാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് കൂടുതൽ ഗുണം. ഇപ്പോൾ താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് ശേഷം ആ താരതമ്യേന എന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി ആദായകരമായ ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തിക നേട്ടം പോകുന്നതായി കാണാം. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ പഠനത്തിൽ ആലസ്യമോ ഉണ്ടാകുന്നതായി കാണുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക. വാദസംബന്ധമായ അസുഖങ്ങൾ ഇവരെ ഇപ്പോൾ അലട്ടാം. അതുകൊണ്ട് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കാനുള്ള ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവർക്കിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതോടൊപ്പം തന്നെ അസിഡിറ്റിയുടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശത്രു ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ചിലപ്പോൾ ഇവരുടെ വിമർശനങ്ങളോ മറ്റു ചില പരിഹാസങ്ങളോ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായേക്കാം. അതുകൊണ്ട് അത്തരം വ്യക്തികളോട് ഇടപെടുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത്, അതായത് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29 വൈകുന്നേരം വരെ നല്ലതാണ്. പിന്നെ 3-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലാണ് ചൊവ്വയും വ്യാഴവും നിൽക്കുന്നത്. അതുപോലെ തന്നെ ശുക്രൻ ആഴ്ചയുടെ പകുതിക്ക് ശേഷം 9-ൽ നിന്ന് 10-ലേക്ക് വന്നിരിക്കുന്നു. 9-ലും 10-ലും ശുക്രൻ ഒരുപോലെ ഗുണം ചെയ്യും. ശുക്രൻ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ കർമ്മരംഗം, പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട രംഗം കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു. ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് കൂടുതൽ ആദായകരമായ അവസ്ഥ 1-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പുതിയ മേഖലകളിലേക്ക് കൂടി അവരുടെ ബിസിനസ് രംഗം വ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ അന്യ ഭാഷ സംസാരിക്കുന്നവർ, ഇന്ത്യയിൽ പോലുമാണെങ്കിൽ അന്യ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒക്കെ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യത.
വിദേശ ബന്ധത്തിന് കൂടുതൽ സാധ്യതയുള്ള ജാതകങ്ങളാണെങ്കിൽ അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടും 1-ാം തീയതിക്ക് ശേഷം കൂടുതൽ ഗുണമുണ്ടാകുന്ന അവസരം കാണുന്നുണ്ട്. ചില വലിയ യാത്രകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചില വലിയ യാത്രകൾക്ക് ആസൂത്രണം ചെയ്യാൻ ചില അവസരങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് 1-ാം തീയതിക്ക് ശേഷം അതെല്ലാം ഗുണം ചെയ്യും. വ്യാഴം 7-ൽ സഞ്ചരിക്കുന്നതിനാൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഇവർക്കിപ്പോൾ കൂടുതൽ ഗുണകരമായ അവസ്ഥയുണ്ടാകും. കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ സക്സസ് ആകാൻ സാധ്യതയുണ്ട്. കൂട്ട് സംരംഭങ്ങളും ഗുണകരമായിട്ട് വരും. കുറച്ചുകൂടി ഊർജ്ജസ്വലത ഈ ആഴ്ചയും ഇവരെ പിന്തുടരുന്നതായിട്ട് കാണുന്നു. മനസ്സിന് ബലം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ ആശങ്കകൾ വിട്ടുമാറുന്നു. എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരുടെ തറവാട്ടിൽ പോകുമ്പോൾ, അതായത് അമ്മ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മുത്തശ്ശിമാർ അവിടെയൊക്കെ എത്തുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചില കലഹങ്ങളോ അവരുമായി സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഇവർക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരോട് വർത്തമാനം പറയേണ്ടി വരികയോ തിരിച്ച് അവരിൽ നിന്ന് അങ്ങനത്തെ വാക്കുകൾ കേൾക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. അതുപോലെ ഇവരുടെ മാതാവിന് മാതൃതുല്യരായ വ്യക്തികൾക്ക് അവർക്കൊക്കെ ശാരീരികമായ അവശതയും കാണുന്നുണ്ട്. അവർക്ക് മനോവിഷമം ഉണ്ടാകാം ഈ നക്ഷത്രക്കാരെ ചൊല്ലി എന്നുമൊക്കെ കാണുന്നു. ഈ നക്ഷത്രക്കാരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോഴും അനുകൂലമായ തീരുമാനങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പ്രണയിക്കുന്നവർക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമായ ആഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറുക. ഇവർക്കിപ്പോൾ ശാരീരികമായി ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഉൾച്ചൂട് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതുപോലെ ജോയിൻറ്റ് പെയിൻസ്, വാദസംബന്ധമായ അസുഖം, ഇതെല്ലാം വരാം. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. അതുപോലെ കൈകാലുകൾ നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് ചലിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന പേശി സങ്കോചങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയോ മെഡിക്കേഷനോ ഒക്കെ നടത്തുക. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29, 30, 31 രാത്രി വരെയും ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായി ചെറിയ ചില പരിങ്ങൾ ഉണ്ടാക്കുകയോ അത് ഒപ്പം 4-ാം ഭാവത്തിലും അതുപോലെ 10-ാം ഭാവത്തിലും രാഹു കേതുക്കളുടെ സാന്നിധ്യം തൊഴിൽ സംബന്ധമായ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കുറയ്ക്കുവാൻ തക്കവണ്ണം ആളുകൾ ഓരോന്ന് സംസാരിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞവരെ പരിഹസിക്കുക, വിമർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നോ പ്രവർത്തന മേഖലയിൽ നിന്നോ ഇവരെ ഇപ്പോൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലും ഇവർ പറയാത്തത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞും ചെയ്യാത്തത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചില ആരോപണങ്ങൾ ഉണ്ടാകാം. എല്ലാം വെറും മിഥ്യയാണെന്ന് കുറേ കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. പക്ഷേ അതുവരെയും മനസ്സ് വല്ലാതെ വേദനിക്കുന്നൊരവസരം കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മനസ്സിൻ്റെ ശക്തി വീണ്ടെടുത്ത് അതിനെ നേരിടാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. മാതാവിന് മാതൃകുടുംബത്തിൽ ഒക്കെ ശാരീരികമായ അവശതയോ ചെറിയ വിഷമങ്ങളോ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ചില യാത്ര ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്നായി പോകേണ്ടി വന്നേക്കാം. വളരെ അപ്രതീക്ഷിതമായി വരുന്ന അത്തരം യാത്ര കൊണ്ട് ഇവർക്ക് വരുന്ന വാരങ്ങളിൽ കൂടുതൽ ഗുണമുണ്ടാകുന്നതായിട്ട് കാണുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം 9ലേക്ക് ശുക്രൻ വന്നതുകൊണ്ട് കുടുംബത്തിൽ കുറച്ച് സമാധാനം കിട്ടുന്നതായിരിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മക്കളോ ഏറ്റവും വേണ്ടപ്പെട്ട ആശ്രിതർക്കോ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും. സാമ്പത്തികമായ ഗുണവും അത്തരം കാര്യങ്ങളിൽ കാണാം. മനസ്സ് മാത്രം അല്പം ബാലൻസോടുകൂടി പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. അതിന് ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്, ജപമാണ്. അതുകൊണ്ട് മാത്രമേ ജോലി സ്ഥലത്തും തങ്ങളുടെ കുടുംബത്തിലും മൂലകുടുംബത്തിലുമൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 30, 31, 1, 2 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 5-ലും 2-ലും 5-ലും 7-ലും 9-ലും 11-ലും വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണത്തെ കൊടുക്കണം എന്നുള്ള പ്രമാണം വച്ചിട്ട് ഇപ്പോൾ ഇവർക്ക് ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരവസരമാണ് കാണുന്നത്. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ സൂര്യനാണ്. അപ്പോൾ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബത്തിലുമൊക്കെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിൻ്റെ ചില ടെൻഷൻ ഇവർക്കുണ്ടാകാം. സമയമൊട്ടും കിട്ടില്ല എന്നൊരവസരം വരാം. അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ഷീണമോ ചെറിയ അവശതയോ ഉണ്ടാകാം.
എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിൽ മനസ്സിൻ്റെ ഊർജ്ജസ്വലതയും ഈശ്വരാധീനവും ഇപ്പോൾ ഇവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്ന ഒരവസരം കാണുന്നുണ്ട്. പ്രത്യേകമായ പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ്, അതുപോലെ തന്നെ ചില പ്രത്യേക അച്ചീവ്മെൻറ്റ് നേടാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്ക് അനുഗ്രഹമായി ഇപ്പോൾ വരുന്നൊരു അവസരം കാണുന്നു. സാമ്പത്തികമായിട്ടൊട്ടും ദോഷമല്ല ഇവർക്ക് ഈ ആഴ്ചയും. അതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു പല കാര്യങ്ങളിലും ഇവർക്ക് ഇവരുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് മുന്നേറാൻ സാധിക്കും. തങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ നല്ല വില കിട്ടുന്നു, തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസകൾ പിടിച്ചുപറ്റാൻ പറ്റുന്ന വിധം ഇവർക്ക് സാധ്യമാവുന്നു. പൊതുവെ ഗുണകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആഴ്ചയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് 7.5 ശനി പൂർണ്ണമായും മാറിയിട്ടില്ല. അതുകൊണ്ട് കുടുംബത്തിലും അതുപോലെ തന്നെ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ചില ആശ്രിതർക്കുമെല്ലാം ചിലപ്പോൾ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മാനസിക വിഷമങ്ങൾ, ഈ നക്ഷത്രക്കാർക്ക് മാനസിക വിഷമങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. യാത്ര അപ്രതീക്ഷിതമായി ഇവർക്കും വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ചില തീരുമാനങ്ങൾ പെട്ടെന്ന് ഇവരുടെ കർമ്മമേഖലയിൽ ഇവർക്ക് ഗുണത്തെയാണ് സമ്മാനിക്കുന്നത്. കാൽമുട്ട്, കാൽപാദം, ഈ ഭാഗങ്ങൾ ആരോഗ്യകരമായി പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടാകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസ് ഉണ്ടാകാനോ ഉള്ള സാധ്യത കാണുന്നു. സഹോദരന്മാർക്ക് അത്ര നല്ല കാലമല്ല. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31-ാം തീയതി രാത്രിക്ക് ശേഷം 1, 2, 3 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവർക്ക് വ്യാഴം അനുകൂലമായി രീതിയിൽ നിൽക്കുന്നു. പക്ഷേ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ കണ്ടകവ്യാഴൻ എന്നാണ് പറയുന്നത്. 4ലേക്ക് ചൊവ്വ കൂടി പോയിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ തങ്ങുന്നിടമെല്ലാം 4 കൊണ്ട് ചിന്തിക്കണമെന്ന പ്രമാണം വെച്ച് എവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഏത് വാടക വീട്ടിൽ കഴിയുന്നു, ഏത് ഓഫീസിൽ ജോലി ചെയ്യുന്നു, അവിടെയൊക്കെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ദോഷമുണ്ടാകില്ല എങ്കിലും ആവേശത്തിൻ്റെയോ വൈകാരികമായ തള്ളിച്ചയുടെയോ പുറത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അമിത ബുദ്ധി കൊണ്ടുണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നെസ് കൊണ്ടുണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങളിൽ ഇവർക്ക് അവിടെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പക്വതയോടെയുള്ള സമീപനമാണ് ഇവർക്കിപ്പോൾ നല്ലത്. മാതാവുമൊത്തുള്ള സാഹസിക യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അവർക്ക് ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇവരുടെ സ്ത്രീ ബന്ധങ്ങൾ, മാതാപിതാക്കളായാലും ശരി, സഹോദരിയായാലും ശരി, ലേഡി സുഹൃത്തുക്കളായാലും ശരി, ഭാര്യയായാലും മകളായാലും ശരി, അവർക്ക് ശാരീരികമായ അവശത കാണുന്നുണ്ട്. കുടുംബത്തിൽ ജോലി ചെയ്യുമ്പോൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്നവർക്കും അതുപോലെ ഈ കൂർത്തുമൂർത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസരമാണിത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൊള്ളലേൽക്കാനും വൈദ്യുതാഘാതം ഏൽക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഭയപ്പെടുത്തുന്നതല്ല, ചില ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഇത്തരം അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ മുഖം എപ്പോഴും സംരക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസൊക്കെ വെച്ച് മുഖലേപനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്കിന്നിന് അലർജിയോ അല്ലെങ്കിൽ മുഖക്കുരു പോലുള്ള തടിച്ച് മുഖം ഓവറായി റെഡ്നെസ് ഒക്കെ വരുന്ന ഒരു അവസരം കാണുന്നുണ്ട്. വാക്കും വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ഇഴജന്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് ഹിംസജന്തുക്കളുടെയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് രാഹു അത്ര അപകടം ചെയ്യില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് തങ്ങളുടേതായ ആലസ്യം കൊണ്ടോ തങ്ങളുടേതായ പ്ലാനിങ്ങിൻ്റെ അഭാവം കൊണ്ടോ ഉണ്ടായേക്കാവുന്ന ചില തടസ്സങ്ങളാണത്. അതുകൊണ്ട് ഓരോ കാര്യവും കൃത്യമായും ചിട്ടയോടും കൂടി ബുദ്ധിപരമായി ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29-ാം തീയതി വൈകുന്നേരം വരെ, പിന്നെ 3-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ജന്മരാശിയിലൂടെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യമുണ്ട്. രാഹുകേതുക്കൾ പരസ്പരം നോക്കുന്നതിനാൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന രാഹുവിനെ കേതുവും അവിടേക്ക് 7ലേക്ക് രാഹുവിൻ്റെയും ദൃഷ്ടിയുണ്ട്. രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളായതിനാൽ പരസ്പരം ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, സുതാര്യതയില്ലായ്മകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ബന്ധങ്ങളിലും കുടുംബത്തിലും കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ചില ചതികൾ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റത്തെ പരിശോധനയ്ക്കും
അങ്ങേയറ്റം വിശ്വാസ്യതയുള്ളവരുടെയും കൂടെ മാത്രമേ ചെയ്യാവൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. യാത്രയിൽ അതുപോലെ തന്നെ ശാരീരികമായ അവശതയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹിഡൻ അജണ്ട ഉള്ളവരുടെ കൂടെ പോകേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങും ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ മനസ്സും അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്ന ഊർജ്ജസ്വലതയുടെ ഭാഗമായി ഉള്ള ചില അവസരങ്ങൾ മാത്രമേ നേടിയെടുക്കാവൂ. ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നേടണം എന്നുള്ള ആഗ്രഹത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളോ ജോലിയോ കുടുംബത്തിലോ ഒക്കെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. എല്ലാത്തിലും അമിതമായ ആവേശമോ ഒന്നും കാണിക്കാതെ ഇരിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പിഴവ് തങ്ങൾക്ക് മാനക്കേടുണ്ടാക്കാനുള്ള സാധ്യത, അതുപോലെ ചതിയിൽപ്പെടാനുള്ള സാധ്യത, ബന്ധങ്ങളാൽ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത ഇതൊന്നും തള്ളിക്കളയാവുന്നതല്ല രാഹുകേതുക്കളുടെ ഈ നില. മാത്രമല്ല അണുബാധയുടെയും ഒക്കെ ആളാണ് രാഹുകേതുക്കൾ. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതയോ ത്വക്ക് സംബന്ധമായ രോഗമോ ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് വ്രണങ്ങൾ ഉണ്ടാവുക, കാല് അല്ലെങ്കിൽ കാൽപാദങ്ങൾക്കിടയിൽ പഴുപ്പ് വരിക, വയസ്സായവർക്കോ ഡയബറ്റിക്സോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വേറെ തലത്തിലോട്ടൊക്കെ പോവുക, ചില ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ. എന്നാൽ ബുദ്ധിയുടെയും ക്രാന്തബുദ്ധിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും കാര്യത്തിൽ രാഹുവിനെ വെല്ലാൻ മറ്റൊരു ഗ്രഹമില്ല. അതുകൊണ്ട് കലാകാരന്മാർക്കോ അല്ലെങ്കിൽ ആ വിധത്തിൽ ബുദ്ധിയുടെ മാത്രം ഔന്നത്യം കൊണ്ട് ജീവിക്കുന്നവർക്കോ ഒക്കെ വേറിട്ട ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ വളരെ ഗുണകരമായ ആഴ്ച തന്നെയാണ് ഈ വാരവും. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും അതിൽ നിന്ന് അവർക്കുണ്ടാകും. 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായി അല്പം പരുങ്ങൽ സമ്മാനിക്കുമെങ്കിലും 2-ാം ഭാവാധിപനായ ചൊവ്വ 3-ൽ പോയി നിൽക്കുന്നത് കൊണ്ട് അതിനൊരു സ്ഥിരതയുണ്ടാകും. കിട്ടുന്നത് കൃത്യമായി അവരിലേക്ക് ഈ ആഴ്ചയും വരും. മാത്രമല്ല ശുക്രൻ പോയി നിൽക്കുന്നത് ഇവർക്കിപ്പോൾ 6-ാം ഭാവത്തിലാണ്. 6-ൽ ശുക്രൻ 1-ാം തീയതിയോട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങളാണ്. ശുക്രൻ 6-ൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രണയിക്കുന്നവർക്ക്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹം കഴിച്ചവർക്ക് ഇവർക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ആഴ്ച പ്രത്യേകിച്ചും 1-ാം തീയതിക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിരക്തി അല്ലെങ്കിൽ അകന്നു നിൽക്കാൻ ഉള്ള പ്രേരണയൊക്കെ ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കാം. രാഹു കേതുക്കൾ കൂടി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ഈ അകന്നു നിൽക്കാൻ മറ്റേതെങ്കിലും സംശയത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത പങ്കാളി പരസ്പരം, ഈ നക്ഷത്രക്കാർ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരുടെ ജീവിത പങ്കാളികൾ കലഹമുണ്ടാക്കാനോ മാറിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല 7.5 ശനി തുടങ്ങിയിട്ട് 1.5 വർഷത്തോളം കഴിഞ്ഞു. അതിൻ്റെ കയ്പ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലതരത്തിലും അതിനെയൊക്കെ നാം വീക്ഷിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്ക് ഇപ്പോഴും കൃത്യമായി കാര്യങ്ങൾ നടന്നു പോകുന്നൊരവസരമുണ്ടാകും. അതിനെ ചൊല്ലി ആശങ്കകളുണ്ടെങ്കിലും വരുന്ന ആഴ്ചകളിൽ അതിന് മാറ്റമുണ്ടാകും. അതിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. സാമ്പത്തിക കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും വ്യക്തിപരമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിലും അങ്ങേയറ്റം സുതാര്യത പുലർത്തുകയാണ് മീനക്കൂറിന് ഇപ്പോൾ ഏറ്റവും അഭികാമ്യമായ കാര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 30, 31 ഗുണകരമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷത്തിന് ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുക. ശനീശ്വരനോ ധർമ്മശാസ്താവിനോ കറുത്ത വസ്ത്രം സമർപ്പിക്കുക. നീരാഞ്ജനം അർപ്പിക്കുക. ഇതൊക്കെയാണ് ശനിദോഷത്തിന് പരിഹാരമായി ചെയ്യാവുന്നത്. വ്യാഴദോഷത്തിനായിട്ട് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കുക. വ്യാഴക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ എന്നിവ തുടരുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദൈവങ്ങൾക്ക് പ്രീതി വരുത്തുക. അതായത് 100 പാലും നൽകുക. ആയില്യത്തിനോ അല്ലെങ്കിൽ ഓരോ നാളുകാർക്കും വിഷമിക്കുന്ന നാളുകാരുടെ പക്കനാളിനോ ഒക്കെ ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്നോ കാലഭൈരവ ക്ഷേത്രത്തിലെ ദർശനമോ കേതുദോഷത്തിന് പരിഹാരമാണ്. കർഗമാല അർപ്പിക്കുക. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക. അർച്ചന നടത്തുക. എല്ലാവർക്കും വീണ്ടും ആശംസിക്കുന്നു നല്ലൊരാഴ്ചയാവട്ടെ എന്ന്. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.